അങ്ങനെ ഏർവാടി ദർഗയിലെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങളുടെ അടുത്ത യാത്ര തൊട്ടടുത്ത് തന്നെയുള്ള കഞ്ഞിപ്പള്ളിയിലേക്കാണ്. അവിടേക്ക് പോകാനായിട്ട് ഓട്ടോറിക്ഷയ്ക്ക് 70 രൂപ കൊടുക്കണം. ഞങ്ങളുടെ ലഗേജുകളെല്ലാം എടുത്തു ഞങ്ങൾ യാത്ര തുടർന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ എല്ലാ ദിവസവും വിശ്വാസികൾക്കായി ഉച്ചക്കഞ്ഞി സൗജന്യമായി വിളമ്പാറുണ്ട്. ഒരു പ്രത്യേക രുചിയാണ് ഈ കഞ്ഞിക്ക്. അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല. അങ്ങനെ ഞങ്ങൾ റൂം ഷിഫ്റ്റായി. ഇവിടെ തന്നെ ഒരു ഫാത്തിമ റെസ്റ്റ് ഹൗസ് എടുത്ത് കണ്ട ഫാത്തിമ റെസ്റ്റ് ഹൗസ്, അവിടെയാണ് റൂമുണ്ടായത്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചിട്ട് പള്ളി എന്നൊരു സ്ഥലമുണ്ട്, അവിടെ കഞ്ഞി പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടത്തേക്ക് ഇവിടുന്ന് റിക്ഷക്ക് ഉണ്ട്. ലഗേജ് എല്ലാം കയറ്റി സുനീഫ് ലഗേജ് എല്ലാം കയറ്റുന്നുണ്ട്. ഓക്കെ, ബാക്കി കഞ്ഞിപ്പള്ളിക്ക് തിരഞ്ഞെടുക്കാം. ഇതാണ് ഗൈസ് ലോകപ്രശസ്ത കഞ്ഞിപ്പള്ളി എന്ന് പറയും. കഞ്ഞിയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടത്. ഇവിടെ കഞ്ഞി കുടിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു കഞ്ഞി കൊടുക്കുന്നത്. ഇതിൻ്റെ അവിടെ വരെ പോയി നോക്കാം. സ്ഥലം പ്രധാനമായും അറിയപ്പെടുന്നത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന വിശ്വാസത്തിൻ്റെ പേരിലാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ പലർക്കും രോഗശാന്തി ലഭിക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ പ്രധാന ഐതിഹ്യം. വിശ്വാസികൾ വലിയ പ്രതീക്ഷയോടെയാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് വരാറുള്ളത്. വെറുമൊരു ഭക്ഷണശാലയല്ല ഇത്. വിശ്വാസവും സ്നേഹവും പങ്കുവെക്കുന്ന ഒരിടമാണ് കഞ്ഞിപ്പള്ളി. ഏർവാടി ദർഗയിൽ എത്തുന്ന ഓരോ മനുഷ്യൻ്റെയും വിശപ്പകറ്റാൻ ദിവസവും ഇവിടെ കഞ്ഞി വിളമ്പുന്നു. എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ വന്നിരുന്ന് കുടിക്കുന്ന ഈ കഞ്ഞിക്ക് പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും ഒരംശമുണ്ടെന്ന് ഇവിടെ എത്തുന്നവർ വിശ്വസിക്കുന്നു. കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഗുഡ് ടേസ്റ്റ്, സൂപ്പർ, മാഷാഅല്ലാഹ്. കാണുന്ന അവിടെയാണ് കഞ്ഞി കൊടുക്കുന്ന സ്ഥലം. അത് സ്ത്രീകൾക്ക് കഞ്ഞി കുടിക്കാനുള്ള സ്ഥലമാണ്. ഇത് ആണുങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ള സ്ഥലമാണ്. ഏരോട് പള്ളിക്ക് ചുറ്റുവട്ടത്ത് തന്നെ ഇരിക്കുന്ന ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്താണ് കഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ കഞ്ഞി സൗജന്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പള്ളിക്ക് ഇങ്ങനത്തെ ഒരു പേര് ലഭിച്ചിരിക്കുന്നത്. അജ്മീർ ഖ്വാജാൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് ബാത്റൂം, മൂത്രപ്പുഴ. മൂത്രപ്പുഴയിലേക്ക് പോകുന്ന വഴിയാണ്. ഏർവാടി പള്ളിക്ക് തൊട്ട് അടുത്ത് പറഞ്ഞാൽ 2 കിലോമീറ്റർ ഉള്ളിലാണ്. ഇപ്പോൾ കഞ്ഞിപ്പള്ളിൻ്റെ കവാടത്തിലാണുള്ളത്. കഞ്ഞിപ്പള്ളിയിൽ നിന്ന് ഇപ്പോൾ രാമനാഥപുരം പോകാൻ വേണ്ടിയിട്ട് ബസ് അല്ലെങ്കിൽ ഓട്ടോക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് റോഡ്, ഇതാണ് അതിൻ്റെ കവാടം. വൈഫ് ആരോ ഒരു സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ പ്രാർത്ഥനകളെല്ലാം പൂർത്തിയാക്കി ഞങ്ങൾ വിട പറയാൻ ഒരുങ്ങുകയാണ്. കുടുംബത്തോടൊപ്പം പ്രാർത്ഥിച്ച ഈ നല്ല നല്ല നിമിഷങ്ങൾ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ. ഒരു യാത്രയുടെ അവസാനമല്ല ഇത്, മറിച്ച് ഒരു വിശ്വാസത്തിൻ്റെ തുടക്കം മാത്രമാണ്. ഏർവാടി ദർഗ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.